വൈദ്യശാസ്ത്രം ഇത്രയൊന്നും വളരാതിരുന്ന കാലത്ത് പറമ്പിലെ ചെടികളാൽ രോഗസൗഖ്യം നേടിത്തന്ന നാട്ടുവൈദ്യന്മാരുടെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. നമ്മൾ പറിച്ചു കളയുന്ന പല ചെടികളും പലതരം രോഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കുമുള്ള പ്രകൃതിദത്തമായ ഒറ്റമൂലി ഔഷധങ്ങളാണെന്നുള്ളതാണ് സത്യം. അത്തരത്തിലുള്ള ഒരു സസ്യമാണ് കൊടിത്തൂവ. കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വളരാൻ കഴിയുന്ന ഒരു നിത്യഹരിത ഔഷധ സസ്യമാണ് കൊടിത്തൂവ. ട്രാജിയ ഇൻവോൾക്രാറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കൊടിത്തൂവ ഇംഗ്ലീഷിൽ ക്ലൈംബിംഗ് നെറ്റിൽ എന്നോ അറിയപ്പെടുന്നു. ആയുർവേദത്തിൽ ഇതിനെ തൊട്ടാൽ ചൊറിയുന്നത് എന്നർത്ഥത്തിൽ ദുസ്പർശ എന്ന് വിളിക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ ധ്വന്നയാസം എന്ന സസ്യമാണ് ദുസ്പർശ എന്ന പേരിൽ അറിയപ്പെടുന്നതും ഉപയോഗിക്കുന്നതും. ഇതിനെ കേരളത്തിൽ പൊതുവെ ചൊറിയണം എന്നാണ് വിളിക്കപ്പെടുന്നത്. കൂടാതെ ആനക്കൊടിത്തൂവ, കടിത്തുമ്പ, കൊടുത്ത, കുപ്പത്തുമ്പ എന്നിങ്ങനെ നിരവധി പേരുകൾ ഇതിനുണ്ട്. കുറ്റിച്ചെടിയായോ വള്ളിച്ചെടിയായോ ഒന്നോ അതിൽ കൂടുതലോ ശാഖകളും സസ്യത്തിലുടനീളം രോമങ്ങളുമായി ഇത് വളരുന്നു. മനുഷ്യരുടെ കടന്നുകയറ്റത്താൽ നാമാവശേഷമായിട്ടുള്ള ഈ സസ്യം ഇപ്പോൾ വളരെ അപൂർവമായി മാത്രമേ നാട്ടിൻപുറങ്ങളിൽ കാണാൻ കഴിയൂ. ഇതിന്റെ ഇലകൾ ഏകാന്തരവും രൂപത്തിലും ആകൃതിയിലും വ്യത്യാസമുള്ളതും പല്ലുകൾ പോലെ അരികുകളോട് കൂടിയതുമാണ്. ഒരു ചെടിയിൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകം വിരിയുന്നു. പൂക്കൾ ദളങ്ങളില്ലാത്തവയും വളരെ ചെറുതുമാണ്. ഫലങ്ങൾ വെള്ള നിറത്തിൽ ചെറിയ ക്യാപ്സൂൾ രൂപത്തിലും വിത്തുകൾ ഗോളാകാരത്തിലും കാണപ്പെടുന്നു. മഴക്കാലമാണ് ഇതിന്റെ വ്യാപനവും വളർച്ചയും ഉണ്ടാകുന്നത്. കൊടിത്തൂവയുടെ ഇലകൾ ശരീരത്തെ സ്പർശിച്ചാൽ അസഹനീയമായ ചൊറിച്ചിൽ ഉണ്ടാകുന്നു. അതിനാൽ കൈകൾ നന്നായി നനച്ചതിന് ശേഷം ഇലകൾ അടർത്തുകയോ ഗ്ലൗസ് ഉപയോഗിച്ച് പറിക്കുകയോ ചെയ്യാം. ഇതിന്റെ വേര്, ഇല, പൂക്കൾ, തണ്ട് തുടങ്ങി സമൂലം ഔഷധയോഗ്യമാണ്. ഇലകൾ 10 മിനിറ്റ് നേരം ചൂടുവെള്ളത്തിലിട്ടിരുന്നാൽ ചൊറിച്ചിൽ മാറിക്കിട്ടും. വളരെ ഔഷധ പ്രാധാന്യമുള്ള കൊടിത്തൂവ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ടോക്സിനുകളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. കർക്കിടക മാസ ഔഷധങ്ങളിലും പത്തില തോരനിലും കൊടിത്തൂവ പ്രാധാന്യമർഹിക്കുന്നു. ആരോഗ്യ ഗുണങ്ങൾ ഏറെ ഉള്ളതിനാൽ ആയുർവേദത്തിൽ നിരവധി ഔഷധങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നു. ഇതിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം നെറ്റിൽ ടീ എന്നറിയപ്പെടുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1-2 ഇലയിട്ട് തിളപ്പിച്ച് നെറ്റിൽ ടീ തയ്യാറാക്കാം. പൊതുവെ അറിയപ്പെടുന്ന പലതരം അസുഖങ്ങൾക്കും ആശ്വാസം നൽകാൻ കഴിവുള്ള ഒരു ഒറ്റമൂലിയാണ് നെറ്റിൽ ടീ. പുറത്തുനിന്നുള്ള പലതരം ഭക്ഷ്യവസ്തുക്കളിലൂടെയും ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെയും മനുഷ്യ ശരീരത്തിൽ ടോക്സിനുകൾ അടിഞ്ഞുകൂടാൻ കാരണമാകുന്നു. ഇത് ചർമ്മരോഗങ്ങൾക്കും മറ്റ് പലതരം രക്തസംബന്ധമായ രോഗങ്ങൾക്കുമുള്ള കാരണമാകാം. രക്തശുദ്ധി വരുത്തി രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ശരീരത്തിലെ ടോക്സിനെ പുറന്തള്ളി ത്വക്ക് രോഗങ്ങൾ ശമിപ്പിക്കുകയും ചെയ്യാൻ വളരെ നല്ലതാണ് കൊടിത്തൂവ. യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ കല്ല്, അലർജി തുടങ്ങിയവയ്ക്കും സ്ത്രീകളിലെ കൃത്യമല്ലാത്ത ആർത്തവവും അതിനോടനുബന്ധമായ വേദനയ്ക്കും നെറ്റിൽ ടീ വളരെ ഗുണകരമായ ഒരു ഒറ്റമൂലിയാണ്. പൊട്ടാസ്യം, അയൺ, ഫോസ്ഫറസ്, വിറ്റമിൻ സി, വിറ്റമിൻ എ, ക്ലോറോഫിൽ എന്നിവയടങ്ങിയ ഇത് മുടികൊഴിച്ചിൽ അകറ്റാൻ സഹായിക്കുന്നു. അയൺ സമ്പുഷ്ടമായതിനാൽ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിച്ച് വിളർച്ചയില്ലാതാക്കുന്നു. കാൽസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ സന്ധിവേദനയ്ക്ക് ഇത് ആശ്വാസം നൽകുന്നു. ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോൾ കുറച്ച് അമിതവണ്ണം കുറയ്ക്കാനും പാൻക്രിയാസിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും വളരെ ഗുണപ്രദമായ ഒരു സസ്യമാണ് കൊടിത്തൂവ. കൂടാതെ ഒരു ഇലക്കറിയായും ഇതിനെ പ്രയോജനപ്പെടുത്താം. വളരെയേറെ ആരോഗ്യ ഗുണങ്ങളടങ്ങിയ ചൊറിയണം അഥവാ കൊടിത്തൂവ സംരക്ഷിക്കപ്പെടേണ്ട ഒന്നാണ്. ഔഷധ പ്രയോഗങ്ങൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുക. ഒരു തൈ നടു, പ്രകൃതിയെ സംരക്ഷിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ഐമാസ് പ്ലാന്റ്സ് വേൾഡ്.